ഹായ് ഹലോ അസ്സാം വലൈക്കും. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഇഡ്ഡലിൻ്റെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സാമ്പാറാട്ടോ. സാമ്പാർ പറഞ്ഞാൽ തട്ടിക്കൂട്ട് സാമ്പാറാണ്, പക്ഷെ ആരും അറിയില്ല. അത് അത്രയും ടേസ്റ്റാണ്. നമ്മൾ ഹോട്ടലിൽ നിന്നും തട്ടുകടയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടൂലേ, അതേ രുചിയോട് കൂടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആർക്കൂട്ട് അത്ര എളുപ്പം സിമ്പിളായിട്ട് സംഭവം കഴിയണതാണ്. അത് നമ്മൾ ചട്ടി വെച്ചു, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു, ഒരു ചെറിയ കായത്തിൻ്റെ കഷ്ണം, 1/4 ടീസ്പൂൺ ഉലുവ, കടുക്, ചെറിയ ജീരകം. അതൊന്ന് നല്ലോണം ജസ്റ്റ് മൂത്ത് വരുമ്പോൾ നമ്മളെന്തൊരു വറ്റൽമുളക് ഇടുക കേട്ടോ. വറ്റൽമുളകൊക്കെ നല്ലോണം മൂത്ത് വരുമ്പോൾ നമ്മളെന്താ ഒരു വലിയ ഉള്ളി, ഒരു മീഡിയം ലെവലുള്ള വലിയ ഉള്ളി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് മുറിച്ചതും കൂടിയാണ് ഇനി അടുത്ത് നമ്മൾ ഇടണത്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് 2 വെളുത്തുള്ളിൻ്റെ ചെറിയ പീസാക്കി അതും ഇടണേ. അതൊക്കെ ഒരു ടേസ്റ്റാണ്. പിന്നെ 2 തക്കാളി, ഒരു പച്ചമുളക് കേട്ടോ, അത്രയും മതി. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടുന്ന മസാലപ്പൊടി എന്താണെന്നറിയോ? 2 ടീസ്പൂണ് നമ്മൾ സാമ്പാർ പൊടി, പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, അത്രയും മതി. ഇതിലേക്ക് സംഭവം റെഡിയാണ്. അങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ പാകത്തിന് ഉപ്പും ചേർത്തിട്ട് സംഭവം നല്ല സെറ്റായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പുളി നമ്മളെ പാകത്തിന് മതി, കുറച്ച് മതിയല്ലോ, നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം നല്ലോണം സെറ്റായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് ഞാൻ ഇതിൽ ചേർക്കാൻ മറന്നതാണ് കേട്ടോ. നമ്മൾ കുറച്ച് കടലപ്പൊടിൻ്റെ ആവശ്യം കൂടിയുണ്ട്. അതിന് മുന്നേ നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച്. അത് സാമ്പാർ പരിപ്പോ ഏത് പരിപ്പായാലും നമ്മൾ വെറും ഉപ്പിട്ട് നമ്മൾ കുക്കറിലൊന്ന് ജസ്റ്റ് ഒരു വിസിലടിച്ച് വേവിച്ചത്. അത് നമുക്ക് കറിക്ക് ഒരു കുറുവനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ കറിയൊക്കെ നല്ലോണം തളിച്ച് വരുമ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ നമുക്ക് കടലപ്പൊടി വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കലക്കി ജസ്റ്റ് ഒന്ന് ഒഴിച്ച് നോക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റോട് കൂടി സംഭവം നല്ല റെഡിയാണ്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുകയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.